ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജയ്. എല്ലാവർക്കും ടെക്കോണർ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എർത്തിങ് കണ്ടക്ടറിൻ്റെ സൈസുകൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടതും നമ്മൾ ചെയ്യണമെന്ന് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തതുമായിട്ടുള്ള വീഡിയോ ആണ് ഇത്. അതായത് നമ്മൾ എർത്തിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇപ്പം വീഡിയോസ് നമ്മൾ സീക്വൻസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എർത്തിങ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എർത്തിങ്ങിനെ പറ്റി വീണ്ടും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു എർത്തിങ് കണ്ടക്ടറിൻ്റെ സൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇക്വേഷൻസ് വെച്ചിട്ട് ടെക്നിക്കലി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും, പിന്നെ വളരെ സിമ്പിളായിട്ട് ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ജസ്റ്റ് വാല്യൂ ഇൻപുട്ട് ചെയ്തും കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ അറിയേണ്ടവർക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതായത് കാൽക്കുലേഷൻ, ഇതെങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഗുണമാണ്. അതല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഒഫീഷ്യൽ പർപ്പസിനൊക്കെയാണ് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വാല്യൂസ് മാത്രം ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നിമിഷം ഒരു സന്തോഷ വാർത്ത കൂടെ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. മറ്റൊന്നുമല്ല, എൻ്റെ ഭാര്യ പുതിയൊരു ഓൺലൈൻ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇതുപോലത്തെയുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈൻസിലും ഹോം ഡെക്കറേഷൻ ഐറ്റംസായിട്ടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് വീട്ടിലും ഓഫീസിലും ഒക്കെ വെക്കാൻ നല്ല ഭംഗിയുള്ള വാഷബിളായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അത് വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും ഇരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള ഹോമി ഡൂഡിൽസ് എന്ന പേജ് കയറി കാണാവുന്നതാണ്. അതിനകത്ത് നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ അതിനകത്ത് ഇടുന്നതാണ്. കൂടാതെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. കൂടാതെ എന്നും നമ്മുടെ കൂടെ ഒപ്പം എന്നും കട്ടക്ക് നിന്ന് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യ ഇൻട്രൊഡക്ടറി ഓഫർ എന്ന പോലെ 10-15% ഇതിൻ്റെ ഒറിജിനൽ പ്രൈസിൽ നിന്ന് ടെക്കോണറിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഓഫേഴ്സും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നത്തെയും പോലെ നമ്മളെ ഇതിലും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. അപ്പം എർത്തിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക്സുകൾ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ വ്യക്തമായിട്ട് അതെങ്ങനെ ഒരു എർത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ലീക്കേജ് കറണ്ട് എങ്ങനെ എർത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എർത്തിങ് കണ്ടക്ടറിൻ്റെ സൈസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിങ് കണ്ടക്ടറിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും എത്രമാത്രം പെട്ടെന്ന് അല്ലെങ്കിൽ എങ്ങനെ എർത്തിങ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നുള്ളത്. നമ്മൾ വളരെ തിന്നായിട്ടുള്ളൊരു വയർ കൊണ്ട് വലിയ ഹൈ വോൾട്ടേജ് സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഫോൾട്ട് റേറ്റ് ഉള്ള സർക്യൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ എർത്ത് വയർ കൊണ്ട് നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല. കാരണം നമുക്കറിയാം, വൈദ്യുതി എന്ന് പറയുന്നത് അതിന് ഏറ്റവും എളുപ്പമായ ഏറ്റവും സിമ്പിളായിട്ട് പോകാൻ പറ്റുന്ന പാതത്തിൽ കൂടെ പോവുകയുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ സിമ്പിളായിട്ടുള്ള പാത ഭൂമിയിലേക്ക് ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ എർത്തിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞ് നമ്മുടെ സർക്യൂട്ടിൽ ഏറ്റവും അനിവാര്യമായ കണ്ടക്ടറോ വയറോ കേബിളോ വെച്ചാൽ മാത്രമേ നമുക്കത് ആ ഒരു എഫക്റ്റീവ് എർത്തിങ് എന്ന് പറയുന്ന പരിപാടി നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം. അതിന് വലിയ ഡെപ്ത് ആയിട്ടുള്ള ഇക്വേഷൻസോ അല്ലെങ്കിൽ വലിയ ഫോർമുലാസ് ഒന്നും അല്ല. നിങ്ങൾക്ക് ഒരു ക്രോസ് സെക്ഷൻ, ഒരു കേബിളിൻ്റെ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കണം എർത്തിങ്ങിൻ്റെ എങ്കിൽ √ISC² ഇൻറ്റു T/K ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ISC എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ടാണ്. അതായത് നിങ്ങളുടെ സർക്യൂട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലെ മാക്സിമം ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഫോൾട്ട് കറണ്ട് എന്താണോ അതായിരിക്കും. അത് മാക്സിമം കിലോ ആംസ്, 20,000 ആംസ് അല്ലെങ്കിൽ 20K, 25K, 30K അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കാം. കാരണം ഫോൾട്ട് കറണ്ട്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് നോർമലി കിലോ ആംസ് അല്ലെങ്കിൽ ഹൈ ആംബിസിലായിരിക്കും. അപ്പോൾ അത് ഇൻറ്റു ടി എന്ന് പറയുന്നത് ടൈം, അതായത് ഇതിൻ്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ എത്ര മാത്രം പെട്ടെന്ന് ഇതിൻ്റെ ഫോൾട്ട് ക്ലിയർ ചെയ്യുന്നു നമ്മുടെ സിസ്റ്റം എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് 0.5 സെക്കൻഡ് കൊണ്ട് ഈ ഫോൾട്ട് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് ആ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിവൈഡഡ് ബൈ കെ എന്ന് പറയുന്നത് മെറ്റീരിയൽ കോൺസ്റ്റൻ്റ് ആണ്. നമുക്കറിയാം ഓരോ മെറ്റീരിയലിനും അതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ എർത്തിങ്ങിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് GI, അലൂമിനിയം, കോപ്പർ, ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 കാര്യത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്, മെറ്റീരിയൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾ ഈ കാണുന്ന പോലെ GIയുടെ 80, കോപ്പറിൻ്റെ ഇത്, അലൂമിനിയത്തിൻ്റെ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് അവിടെ ഇട്ട് കൊടുക്കണം. അതായത് ഈ ഇക്വേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് √I നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഇപ്പോൾ 20,000 ആംസ് ആണ്, 20K ആണെങ്കിൽ 20,000² ഇൻറ്റു ടൈം 0.5 ഡിവൈഡഡ് ബൈ K, അതായത് മെറ്റീരിയൽ കോൺസ്റ്റൻറ്റ് 80. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ 80 ഈ ഒരു എക്സാമ്പിൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ GI ആണ് ഉപയോഗിക്കുന്നത്, 80 ആണ്. നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത് 0.5 ആണ്. നമ്മുടെ ഫോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് 20 കിലോ ആംപ് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 176 പോയിൻറ്റ് വാല്യൂസ് ആണ് കിട്ടുക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കേബിൾ അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 176ന് നെക്സ്റ്റ്
ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇതെടുക്കുക എന്നുള്ളത്. അപ്പോൾ 180 അല്ലെ 183 ഏതാണോ നമുക്ക് ഉണ്ടാകുന്നത് അത് എടുത്ത് നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള എർത്തിങ് അവിടെ കിട്ടി എന്നതാണ് അതിൻ്റെ ഒരു അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും എർത്തിങ് കണ്ടക്ടറിൻ്റെ സൈസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയും എർത്തിങ് കണ്ടക്ടറിൻ്റെ സൈസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എർത്തിങ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ തിയറിറ്റിക്കലായിട്ട് ഇക്വേഷൻസ് ഒക്കെ വെച്ച് ചെയ്തു വന്ന കാര്യം. ഇനി ഇതേ സാധനം നിങ്ങൾക്ക് ഇത്രയൊന്നും ഇത് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്രയൊന്നും കണ്ടുപിടിക്കാനോ ഒന്നും താല്പര്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ പ്രോസസ്സിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ വെബ്സൈറ്റിൽ കയറി ശേഷം നിങ്ങൾക്ക് അവിടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയൽ ഏതാണെന്നും നിങ്ങളുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഏതാണെന്നും ടൈം ഏതാണെന്നും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ കണ്ടക്ടർ സൈസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഈ ഇക്വേഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇതെങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കുമ്പോൾ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനിലൂടെയാണ് വന്നത് എന്ന് നിങ്ങൾക്ക് പറയാനും സാധിക്കും. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എർത്തിങ് കണ്ടക്ടറിൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആരെങ്കിലും എർത്തിങ് കണ്ടക്ടറിൻ്റെ സൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം നൽകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, താങ്ക് യു.